രാജ്യത്തെ മിഡ് സൈസ് SUV സെഗ്മെന്റിൽ മികച്ച വിജയം കരസ്ഥമാക്കി കുതിക്കുകയാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡർ. മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയുമായി എല്ലാ കാര്യങ്ങളും പങ്കിടുന്ന മോഡലായിട്ടും ഇപ്പോൾ കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്നത് ടൊയോട്ടയുടെ ബാഡ്ജ് വഹിക്കുന്ന ഹൈറൈഡറിനെയാണ്. നല്ല യാത്രാസുഖവും നല്ല മൈലേജും പെർഫോമൻസുമുള്ള എഞ്ചിനുമെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ വാങ്ങാനെത്തുന്നവരുടെ എണ്ണവും കൂടുകയാണ്. എന്നാൽ ഇനി വാങ്ങാനിരിക്കുന്നവരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയുമായാണ് ഈയിടെ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ രംഗത്ത് വന്നത്. ഏപ്രിൽ മുതൽ തങ്ങളുടെ മോഡൽ നിരയിൽ വില പരിഷ്കാരം നടപ്പിലാക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്ന കമ്പനി ഇപ്പോൾ ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിന്റെ പുതുക്കിയ വിലവിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഫോർച്യൂണർ, ഇന്നോവ ഹൈക്രോസ്, ഇന്നോവ ക്രിസ്റ്റ, ഹൈലക്സ്, അർബൻ ക്രൂയിസർ ടൈസർ, ലാൻഡ് ക്രൂയിസർ എന്നിവയുൾപ്പെടെയുള്ള മോഡലുകളുടെ വിലയിൽ മാറ്റം വരുത്തിയതിന് പിന്നാലെയാണ് മിഡ് സൈസ് SUVക്കും പുതിയ വിലകൾ ബാധകമാകുന്നത്. ഹൈറൈഡറിന്റെ വിലയിൽ 5000 രൂപ വരെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുത്ത വേരിയന്റുകൾക്ക് ഇത് ബാധകമാണെന്നാണ് ടൊയോട്ട അറിയിച്ചിരിക്കുന്നത്. ഈ 1.5 പെട്രോൾ മാനുവൽ, S1.5 പെട്രോൾ മാനുവൽ, S1.5 പെട്രോൾ ഓട്ടോമാറ്റിക്, S1.5 CNG മാനുവൽ, G1.5 CNG മാനുവൽ, V ഹൈബ്രിഡ് 1.5 ECVT, V ഹൈബ്രിഡ് 1.5 ECVT ഡ്യുവൽ ടോൺ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. ഈ വേരിയന്റുകൾ പഴയ വിലയ്ക്ക് തന്നെ സ്വന്തമാക്കാനാകും. ടൊയോട്ട ഹൈറൈഡർ ശ്രേണിയിലെ മറ്റെല്ലാ വേരിയന്റുകളുടെയും വിലയിൽ 5000 രൂപ വീതം ഏകീകൃത വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. എൻട്രി ലെവൽ, ടോപ്പ് സ്പെക് വേരിയന്റുകളുടെ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അതിനാൽ SUVയുടെ എക്സ്ഷോറൂം വില ഇപ്പോഴും 10.99 ലക്ഷം രൂപ മുതൽ 20.19 ലക്ഷം രൂപ വരെയാണ്. വില വർധനവ് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഹൈറൈഡറിൽ മറ്റ് മാറ്റങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. പെട്രോൾ, സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ, CNG എന്നിങ്ങനെ 3 എഞ്ചിൻ ഓപ്ഷനുകളിലായാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡർ വിപണിയിൽ എത്തുന്നത്. ഇതിൽ ആദ്യത്തേത് മാരുതി വികസിപ്പിച്ച 1.5 ലിറ്റർ K15C മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ യൂണിറ്റ് ആണ്. 5 സ്പീഡ് മാനുവൽ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി വരുന്ന ഇതിന് 102 bhp കരുത്തിൽ പരമാവധി 135 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ടൊയോട്ടയുടെ സ്വന്തം 1.5 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനാണ് രണ്ടാമത്തേത്. ഈ ഡ്രൈവ് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് 116 bhp പവറിൽ 141 Nm ടോർക്ക് വരെയാണ് അവകാശപ്പെടുന്നത്. 27 കിലോമീറ്റർ മൈലേജ് തന്നെയാണ് ഹൈബ്രിഡ് ഹൈറൈഡർ വാഗ്ദാനം ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ CNG പതിപ്പിലേക്ക് വരികയാണെങ്കിൽ മാരുതി സുസുക്കിയുടെ 1.5 ലിറ്റർ 4 സിലിണ്ടർ K12C എഞ്ചിനാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ പ്രവർത്തിക്കുന്നത്. CNGയിൽ ഓടുമ്പോൾ പവർ കണക്കുകൾ 88 bhp, 121.5 Nm ടോർക്ക് എന്നിങ്ങനെയായി പെർഫോമൻസ് കുറയുമെങ്കിലും ടൊയോട്ട അവകാശപ്പെടുന്നത് പോലെ ഹൈറൈഡറിന്റെ CNG മോഡലുകൾക്ക് കിലോഗ്രാമിന് 26.6 കിലോമീറ്റർ മൈലേജ് ലഭിക്കും. മിഡ് സൈസ് SUV വിഭാഗത്തിൽ ഹ്യുണ്ടായി ക്രെറ്റ, മാരുതി ഗ്രാൻഡ് വിറ്റാര, മാരുതി വിക്ടോറിസ്, കിയ സെൽറ്റോസ്, ഹോണ്ട എലിവേറ്റ്, സ്കോഡ കുഷാക്, ഫോക്സ്വാഗൺ ടൈഗൂൺ, ടാറ്റ സിയറ, ടാറ്റ കർവ്, റെനോ ഡസ്റ്റർ എന്നിവയോടാണ് ഹൈറൈഡർ മത്സരിക്കുക.